തിരികെ എത്തിക്കഴിയുമ്പോൾ അബ്ദുൾ റഹീം 26-ാം വയസ്സിലാണ് ഈ കൃത്യത്തിന്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 44-ാം വയസ്സിലാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. 26-ാം വയസ്സിൽ അവിടേക്ക് കടൽ കടന്ന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ 44 വയസ്സ്. മുന്നോട്ടുള്ള ജീവിതത്തിനും ബോച്ചയുടെ ഒരു തുണയുണ്ടാകുമെന്ന് കരുതാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തിരിച്ചു വരുമ്പോൾ രാജകീയമായിട്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് യൂസുഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന എംബസി ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ സംസാരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹം ജയിലിൽ പോയി റഹീമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. യൂസുഫ്, കുറച്ച് മുന്നോട്ട് വന്നാൽ കുറച്ച് സൗകര്യമായി. എന്തായിരുന്നു നിങ്ങൾ റഹീമിനെ ആദ്യമായിട്ട് കണ്ടൊരു അനുഭവം? എന്നാണ് അവസാനമായിട്ട് കണ്ടത്? എന്താണ് റഹീം പറഞ്ഞത്? റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട്. എത്രയെന്ന് എനിക്കറിയില്ല. അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. ജയിൽ മോചിതനായിട്ട് വരുന്ന റഹീമിന് വേണ്ടിയിട്ട് വീണ്ടും ബോച്ചെ ഒരു വലിയ ഓഫർ നൽകിയിരിക്കുകയാണ്. ചില്ലറ ഓഫർ എന്നല്ല, ബോച്ചയുടെ കൂടെ തന്നെ ഇനി ഒരു വലങ്കയായിട്ട് ഇനി റഹീം ഉണ്ടാവും എന്നാണ് ബോച്ച പറയുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് 22 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. അത്രയും വർഷം ജയിലിൽ കിടന്നു എങ്കിലും ആദ്യത്തെ ഒരു മാസത്തെ സാലറി പോലും അദ്ദേഹം വാങ്ങിയിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യന് ഇത് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ഓഫർ തന്നെയായിരിക്കും. കാരണം ഇവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മയെ കാണണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു തൊഴിൽ വേണ്ടേ, ജോലി ചെയ്യണ്ടേ, എന്തെങ്കിലും വരുമാനം വേണ്ടേ? പക്ഷേ ബോച്ചെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും മലയാളികളെ നമ്മൾ വീണ്ടും നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോച്ചെ. സത്യം പറയുകയാണെങ്കിൽ പലരും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ബോച്ചയെ പൊക്കിയടിക്കുകയാണെന്ന് തോന്നും. നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം ഒരുപാട് നന്മയുള്ള മനസ്സുകൊണ്ടാണ് നമ്മളെ ലോകത്ത് ഇന്ന് ഓരോ മനുഷ്യരും ഓരോ ജീവിതങ്ങളും കഴിഞ്ഞു പോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ബോച്ചയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. മാത്രമല്ല, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ റഹീമിന് ഇന്ന് 42 വയസ്സായി. ഈ 42 വയസ്സായ റഹീം ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്ത് ജോലിയായിരിക്കും ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച്, എന്ത് ജോലി ചെയ്തിട്ടാണ് ഇനി മുന്നോട്ട് പോവുക? കാരണം ഇത്രയും കാലങ്ങൾ ഗൾഫിൽ നിന്നു. പക്ഷേ ഗൾഫിൽ നൃത്തം മാത്രം, അതും തടവ് പുള്ളിയായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമുണ്ടാവോ? പക്ഷേ ബോച്ചെ വീണ്ടും ഒരു കാര്യം കൂടെ ബോച്ചെ നെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബോച്ചെ നമ്മളെ നെട്ടിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് അത് നമുക്ക് ആദ്യം നോക്കാം. തിരികെ എത്തിക്കഴിയുമ്പോൾ അബ്ദുൾ റഹീം 26-ാം വയസ്സിലാണ് ഈ കൃത്യത്തിന്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 44-ാം വയസ്സിലാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. 26-ാം വയസ്സിൽ അവിടേക്ക് കടൽ കടന്ന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ 44 വയസ്സ്. മുന്നോട്ടുള്ള ജീവിതത്തിനും ബോച്ചയുടെ ഒരു തുണയുണ്ടാകുമെന്ന് കരുതാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തിരിച്ചു വരുമ്പോൾ രാജകീയമായിട്ടുള്ള ഒരു എന്താ പറയാ, റോൾസ് റോയ്സിൽ ഒരു ഡ്രൈവറുടെ ജോലി കൊടുക്കാം. വേറെ ഭാരിച്ച ജോലികളൊന്നും ഇല്ലാതെ ഗൾഫിൽ പോയിട്ട് വലിയ മോഹങ്ങളൊക്കെ കണ്ടെങ്കിലും കാര്യങ്ങള് ഇവിടെ തന്നെ ആൾ നല്ലൊരു ജോലിയും റോൾസ് റോയ്സിൽ തന്നെ ഒരു ഡ്രൈവറായിട്ട് വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഗൾഫിലൊന്നും പോവാതെ ഇവിടത്തെ സൗകര്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബോബി ചെമ്മണ്ണൂർ, അത് വളരെ വലിയൊരു ആക്ട് തന്നെയാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന്. മോചനത്തിനായി വഴിയൊരുക്കുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഡ്രൈവർ ജോലിക്കായിട്ടാണ് പോയത്. അവിടെ വെച്ച് അവിടെ ജയിലിൽ പെട്ടുപോവുകയാണ്. ഒരു മാസത്തെ ശമ്പളം പോലും വാങ്ങാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ജയിലിൽ പെട്ടുപോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് താങ്കൾ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അബ്ദുൾ റഹീം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്ന ആദ്യത്തെ പേര് താങ്കളുടേതായിരിക്കും, ശ്രീ ബോബി ചെമ്മണ്ണൂർ. നമ്മൾ ദൈവത്തോട് വിളിക്കൂ, ദൈവത്തെ വിളിക്കൂ, ദൈവത്തോട് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നതിനപ്പുറം മനുഷ്യര് തന്നെ ദൈവത്തിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും എന്ന് താങ്കൾ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ താങ്കൾക്ക് എത്രത്തോളം അഭിമാനം തോന്നുന്നു? ഇത്രയും കാലത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായി ഇത് അടയാളപ്പെടുത്താൻ പോവുകയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് എന്നോട് തന്നെ ഇത്ര അധികം അഭിമാനം തോന്നുന്നത് ആദ്യമായിട്ടാണ്. പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു നിമിഷം, കാരണം ഇന്നലെ വരെ എനിക്ക് ടെൻഷനായിരുന്നു. കിടന്നാൽ ഉറക്കമില്ല, ഒരുപാട് റോട്ടിലൊക്കെ അലഞ്ഞ് പിടിച്ച്, ഒന്നാമത് ചെറുതായിട്ട് ഫീവറുണ്ട്, പനിയുണ്ട്, എങ്കിലും റെസ്റ്റ് എടുക്കാനും വയ്യ. അതുകൊണ്ട് ടെൻഷൻ. അങ്ങനെ ബോച്ചെ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. ബോച്ചെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു
ക്രൗഡ് ഫണ്ടിങ്ങിന് ബോച്ച ഒരുപാട് ആളുകൾ പ്രചോദനം നൽകിയപ്പോഴും ബോച്ചെ ഫ്രെയിമിൽ നിന്ന് ഇപ്പോൾ മാറുന്നില്ല. അതാണ് യഥാർത്ഥം. ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോച്ച സത്യം പറഞ്ഞാൽ ഞാനൊക്കെ മുന്നേ തന്നെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ബോച്ച പല കോമാളിത്തരങ്ങളും കളിക്കും. ബോച്ചനെ ഞാൻ എപ്പോഴും ബോച്ചനെ നമ്മളെല്ലാവരും മനസ്സിൽ ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ മനസ്സിലുണ്ടാവും ബോച്ച ഒരു കോമാളിയായിട്ട് കളിക്കുന്ന ഒരു എന്തോ ഒരു വിഡ്ഢിയായിട്ട് വേഷം കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സത്യമല്ലേ? ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ബോച്ചനെ ഒരുപാട് വെറുത്ത് വളരെ എന്താണ് ഈ വിഡ്ഢിയായി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്, പൊട്ടത്തരം കാണിക്കുന്ന ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനെന്നല്ല ആരും അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ ബോച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ആ ബോച്ച അതൊരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേ അത് നമ്മളെ കേരള സ്റ്റോറിക്ക് ഒരു വലിയൊരു സംഭാവന തന്നെയാണ്. പക്ഷേ അപ്പോൾ ഈ അബ്ദുറഹീമിനെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ, പിന്നെ യൂസുഫ് കാക്കഞ്ചേരി. അദ്ദേഹം അവിടെ റഹീമിനെ കണ്ടിട്ട് അന്ന് ഏകദേശം 18 കോടിയായിട്ട് രൂപ ആയിട്ടുള്ളൂ. ആ സമയത്ത് റഹീമിന് വളരെ വിഷമത്തോടെ റഹീം എന്തെങ്കിലും നടക്കുമോ അന്ന് ഈ അടുത്ത് ഇതിനിടയ്ക്ക് റഹീമിനെ കണ്ടൊരാളുണ്ടായിരുന്നു, യൂസുഫ് കാക്കഞ്ചേരി. അന്ന് പണമൊന്നും വല്ലാതെ ഫണ്ട് റൈസിംഗ് ഒന്നും ആയിട്ടില്ല, ആകെ വിഷമത്തോടെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് റഹീമിന് യൂസുഫ് കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്, യൂസുഫ് കാക്കഞ്ചേരി. അതുകൂടെ നമ്മളൊന്ന് കാണേണ്ട കാഴ്ചയാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ ആ ഒരു പിടിച്ചു നിർത്തിയ, അതേപോലെ റഹീമിനൊക്കെ പിടിച്ചു നിർത്തിയ ഇത്തരം സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പവറൊക്കെ, അദ്ദേഹത്തിനെ മാനസികമായി പിടിച്ചു നിർത്തിയ മനസ്സുകളുണ്ടല്ലോ, അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ എന്താണ് കാക്കഞ്ചേരി അന്ന് കോടതിയിൽ നിന്ന് റഹീമിനായിട്ട് സംസാരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് യൂസുഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന എംബസി ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ സംസാരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹം ജയിലിൽ പോയി റഹീമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. യൂസുഫ് കുറച്ച് മുന്നോട്ട് വന്നാൽ കുറച്ച് സൗകര്യമായി. എന്തായിരുന്നു നിങ്ങളുടെ റഹീമിനെ ആദ്യമായിട്ട് കണ്ടൊരു അനുഭവം? എന്നാണ് അവസാനമായിട്ട് കണ്ടത്? എന്താണ് റഹീം പറഞ്ഞത്? റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട്, എത്രയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. പലപ്പോഴും കോടതികളിൽ നിന്ന് റഹീം എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും. കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ ഞാൻ രക്ഷപ്പെടില്ലേക്ക, ഞാൻ പറയും റഹീം നീ രക്ഷപ്പെടും, എത്ര നേരം വൈകിയാലും അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും. അതിന് നീ വേണ്ടത് ഇനി ആരോഗ്യവാനായിട്ട് ഇരിക്കുക. ഞങ്ങൾക്ക് ഇനി അവിടെ ആരോഗ്യവാനായിട്ട് ഇരുന്നാൽ ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടും. ഇനി ടെൻഷൻ അടിച്ചിരുന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ധൈര്യവാനായിട്ട് ഇരിക്കുക. ഏത് സമയത്തും ഈ ഒരു കാര്യം റഹീമിനോട് പറയണം. എന്നാലും റഹീം പിന്നിക്കുക, ഞാനിങ്ങനെ റഹീമെ നീണ്ടു പോകുന്ന നല്ലതിനാണ്, എത്ര നീണ്ടാലും നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക എന്നുള്ള വാക്ക് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി, സർവശക്തൻ്റെ തൗഫീഖോടെ വാക്ക് അനർത്ഥമായിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാൾ ദിനം റഹീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്തായിക്ക. അപ്പോൾ അന്ന് ഒരു 18 കോടി ആയിരുന്നു കളക്ഷൻ വന്നിരുന്നത്. റഹീം ബേജാറാവേണ്ട, ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു തരത്തിലും ഇനി ബേജാറാവേണ്ട, ഇനി ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിക്ക ഇനിയുള്ള ദിവസങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും, അവർക്ക് വേണ്ടി രാപ്പകലില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്നീ ജയിലുള്ള എൻ്റെ ബാക്കി കാര്യങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ എത്രയും പെട്ടെന്ന് കാണണം, അതിനുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എനിക്ക് സന്തോഷമാണെന്ന് ഈ അവസാനം ഈ പെരുന്നാളിൻ്റെ അന്നാണ് റഹീം പറയുന്നത്. അപ്പോൾ റഹീമിനെ കാണുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഞാനത് ആ ഒരു രംഗം എനിക്ക് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വികാരഭരിതമായ ആ നോട്ടം റഹീം കോടതിയിൽ നിന്ന് ഈ വിധി വന്ന സമയത്തൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണിൽ കണ്ണീര് ധാരതായി ഒഴുകുകയായിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ അതൊക്കെ പിന്നീട് ഞാൻ എഴുത്തിലൂടെ ഞാൻ ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇനി ഇതിലിനി പ്രധാനപ്പെട്ട കടമ്പകളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു? ഇല്ല, ഇനി യാതൊരു കടമ്പകളില്ല, ഇനി കടമ്പകളൊന്നുമില്ല. ഇനി ചില ഏതായാലും ഇത്തരത്തിൽ ഇതൊരു നല്ല ഒരു ഇതന്നായിരുന്നു. കാരണം റഹീമിന് മനസ്സ് തളരാത്ത, റഹീമിന് നൽകിയ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല. കാരണം ഇത്തരത്തിലൊക്കെ ഇതാവുമ്പോൾ ചില മനുഷ്യർക്കൊക്കെ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ 18 വർഷത്തോളം അദ്ദേഹം ക്ഷമിച്ചും സഹിച്ചും നിന്ന സമയത്ത് റഹീമിനെ ആ ഒരു മാനസിക ശക്തി നമ്മൾ ഒരിക്കലും
ഇത് ചെയ്യാൻ പറ്റാത്തൊരു മാനസിക ശക്തിയാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയത്. ഏതായാലും നമ്മൾ ബോച്ചെ വീണ്ടും ഇതാ വന്നിരിക്കുകയാണ്. ബോച്ചെ ഒരുപാട് പണം കളക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോച്ച അതിന് മുന്നേ ഒരു 1 CR ബോച്ചെ പിന്നെ റഹീമിന് നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ നൽകി. ഇപ്പം ഏകദേശം ഈ 34 CR പുറമെ, കാരണം ബോച്ച പറയുന്നത് എന്താ അറിയോ, അത് നമ്മൾ കേൾക്കണം. എന്താണ് ഈ 34 CR പുറമെ ബോച്ച ഈ 1 CR കൂടെ നൽകിയിട്ട് എന്താണ് ബോച്ച പറയുന്നത് നോക്കാം. ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത 1 കോടി രൂപ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്. ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല. തെണ്ടല് തുടങ്ങിയോണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അവസാന ദിവസം വന്നിട്ട് കൊടുക്കാന്ന് കേട്ടു. ഇപ്പോൾ ഞങ്ങള് ബോച്ച ഫാൻസിന്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത്, അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ, ഒരു ജീവിത മാർഗത്തെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ച ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്രഹീമിന് ഷോർട്ട് വരികയാണ്. ഇപ്പോൾ 1 കോടി ഞാൻ കൊടുത്തതിന് പുറമെ എൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ബോച്ചയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചയിൽ. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല. നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫണ്ട് കൊടുക്കരുത്, ഓൾറെഡി അത്രയും മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി. വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻ്റ് ആയി. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ബോച്ച ഈ ചെയ്തതും. ബോച്ച ഈ നാടകങ്ങളൊക്കെ കളിക്കും എന്താണെങ്കിലും ബോച്ച ചില കാര്യങ്ങൾ ഇപ്പോഴാണ് ബോച്ചയാണെന്ന് തെളിയിച്ചത് യഥാർത്ഥത്തിൽ കേട്ടോ. ബോച്ച ഇത്രയ്ക്ക് ഒരു തിങ്കിങ്ങുള്ളൊരു മനുഷ്യനാണെന്ന് സത്യം പറയാലോ ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാനിപ്പോൾ പറയുമ്പോഴും നെഗറ്റീവോളികൾ നെഗറ്റീവ് കമൻറ്റോളികൾ ഇത് ഇപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പൊക്കി അടിക്കുകയാണ്. ഞാൻ പല വിഷയത്തിലും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കുക നിനക്ക് എത്ര തന്നു, അതൊന്നുമല്ല. നമ്മൾ സത്യവും നേരും നെറിയിക്കും കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സത്യത്തിനെ മറച്ചു വെക്കുന്ന സമയത്ത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് നമ്മളത് കൂടെ അതിലൂടെ മനസ്സിലാക്കണം കേട്ടോ. കാരണം സത്യം, നന്മ ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം. നന്മ അംഗീകരിക്കുന്നവിടത്തെ നല്ല നാളുകൾ ഉണ്ടാവുള്ളൂ എന്നാണ്.